തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ്മെന്റ് വിതരണം വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ PG ഡോക്ടർമാർ രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം നാളെ മുതൽ ഇലക്ടീവ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കുമെന്നും PG ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ഈ മാസത്തെ സ്റ്റൈപ്പൻഡ് വിതരണം ഇതുവരെ നടന്നിട്ടില്ല. നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. സ്വാന്തന സാജു തന്നെയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാന്തന, അപ്പോൾ ഡോക്ടർമാർ ഒട്ടും പുറകോട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം. റോഷ്നി ഷിഹാസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ സംഘടനയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. അവരുടെ സ്റ്റൈഫൻഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസം അത് അവർക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നു. പ്രിൻസിപ്പലിനെയും DMEയും ഒക്കെ തങ്ങൾക്ക് ഈ സ്റ്റൈഫൻഡ് വൈകിയാണ് ലഭിക്കുന്നത് എന്നുള്ള വിവരം അറിയിച്ചിട്ടും അത് ഇപ്പോൾ 4 മാസം പിന്നിടുകയാണ് ഇത്തരത്തിൽ വൈകി ലഭിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിപ്പോൾ പ്രതിഷേധം ശക്തമാക്കാൻ എന്തായാലും PG ഡോക്ടർമാരെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഇപ്പോൾ 4ാമത്തെ മാസമാണ്. ഈ മാസത്തെ സ്റ്റൈഫൻഡ് ഇന്നിപ്പോൾ 11-ാം തീയതിയാണ്. ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് PG വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ 10 മണിക്ക് ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ അവരൊരു പ്രതിഷേധം നടത്തുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് അവരുടെ തീരുമാനം. അതിനുശേഷം ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന് ശേഷവും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇലക്ടീവ് ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് PG ഡോക്ടർമാർ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. ഈ മാസത്തെ സ്റ്റൈഫൻഡ് ഉടൻ ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി എന്തായാലും അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ഈ സ്റ്റൈഫൻഡ് ഓഫീസ് വർക്ക് നടത്തി അത് എഴുതി പോകാത്തതാണ് ഇത് കിട്ടാത്തതിന്റെ ഒരു കാലതാമസത്തിന് കാരണം എന്നുകൂടി എന്തായാലും അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അധികൃതർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് എന്തായാലും PG ഡോക്ടർമാരുടെ ആവശ്യം. ഇല്ലാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.